നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്ക്, അവൻ നിങ്ങളെ വേറെ ആരുടെയും കയ്യിലോട്ട് എറിഞ്ഞു കൊടുക്കത്തില്ലെന്ന്. ഞാൻ പറഞ്ഞതിനർത്ഥം ഗ്രഹിക്കണം. നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുക, അവൻ നമ്മളെ വേറെ ആരുടെയും കരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കത്തില്ല. ആ നമ്മളെ തന്നെ എറിഞ്ഞു കൊടുക്കുന്നതാണ് ഫെയ്ത്ത്. ആ എറിഞ്ഞു കൊടുക്കുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ദി അൺസീൻ വേൾഡ്. അവിടെയാണ് ഫെയ്ത്ത് ഉണ്ടാകുന്നത്. ഐ ആം സീയിങ് ഗോഡ് ദ സ്പിരിറ്റ്. ആത്മാവാകുന്ന ദൈവത്തെ ഞാൻ എൻ്റെ ആത്മാവിൽ തിരിച്ചറിയുകയാണ്. ഐ അബാൻഡൻ മൈസെൽഫ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. ഇവിടെ കയീൻ അവൻ്റെ കഴിവുമായിട്ടാണ് വരുന്നത്, അവൻ്റെ വിയർപ്പുമായിട്ടാണ് വരുന്നത്. ഹാബേൽ അവൻ്റെ വിയർപ്പുമായിട്ടല്ല വരുന്നത്. കയീൻ അവൻ ഉള്ളതാണ് കൊടുത്തത്, ഹാബേൽ അവൻ ഉള്ളതല്ല കൊടുത്തത്, അവനെയാണ് കൊടുത്തത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ ഓണർഷിപ്പ് കൈമാറിയതുകൊണ്ട് ഹാബേൽ അവനെ തന്നെ അദൃശ്യ ലോകത്തിൽ യാഗമർപ്പിച്ചതുകൊണ്ട് അദൃശ്യ ലോകത്തിൽ ദൈവം അവൻ്റെ മേലൊരു സീലടിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ദാറ്റ്സ് വാട്ട് വി സീ. എന്താണ്? അവൻ സാക്ഷ്യം പ്രാപിച്ചു എന്നുള്ള വാക്കിൻ്റെ പ്രത്യേകത ഏതാണ്? അവിടെ അവൻ ഈ യാഗം അർപ്പിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് എഴുതിയിരിക്കുന്നത്? ഹാബേൽ കയീൻ്റേതിൽ ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അപ്രൂവലാണ്. അപ്രൂവൽ. ഹി ഈസ് റൈച്ചസ്. കാര്യം അവൻ അവൻ്റെ റൈച്ചസ്നെസ്സുമായിട്ടല്ല വന്നത്. അവനെ തന്നെ എറിഞ്ഞു കൊടുത്തപ്പോൾ പിന്നീട് അവൻ ആരുടെ റൈച്ചസ്നെസ് ആണ്? അവൻ ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുന്നത്. ഗാഡ് സെഡ് യു ആർ മൈൻ. ഒരു സീല്. ആ സീല് കാളയുടെ പുറത്ത് നമ്മൾ എന്താണ് ഒരു സീല് നോർമലി വി പുട്ട് മാർക്ക് ഓൺ ആനിമൽസിനെയൊക്കെ പലയിടത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു സീലടിക്കുന്നത് ഒരു ചാപ്പ കുത്തുക എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ ദൈവം ഹാബേലിൻ്റെ മേൽ ഒരു സീലടിച്ചു. ആ സീലടിച്ചത് എന്തിനുള്ള സീലാണ്? നീ എൻ്റെ വകയാണ് എന്ന് പറയുന്ന സീൽ. കാര്യം അവൻ്റെ യാഗത്തെ ദൈവം എന്ത് ചെയ്തു? അപ്രൂവ് ചെയ്തു. ഇനി മുതൽ ഞാൻ നിൻ്റെ വകയാണെന്ന് ദൈവത്തോട് അവൻ യാഗാർപ്പണത്തിലൂടെ ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞു യെസ്. അതുകൊണ്ടാണ് അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നു അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ഹാബേൽ, നീ ചെയ്തതാണ് ശരി, നീ നിന്നെ തന്നെ എനിക്ക് തന്നു. കയീൻ അവനെ തന്നെ എനിക്ക് തന്നില്ല, അവനുള്ളത് മാത്രമേ തന്നുള്ളൂ. അവനെ നിയന്ത്രിക്കാൻ അവൻ ഇപ്പോഴും എന്നെ അനുവദിക്കുന്നില്ല. ശരിയല്ലേ? പിന്നീടുള്ള ഹാബേലിൻ്റെയും കയീൻ്റെയും ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന് നിയന്ത്രിക്കാനായിട്ട് കയീൻ എന്ത് ചെയ്തില്ല? അവനെ തന്നെ വിട്ടുകൊടുത്തില്ല. എന്നാൽ ഹാബേൽ അങ്ങനെയല്ല. ഹി വാസ് ഗിവിങ് ഹിംസെൽഫ് ടു ദ ലോർഡ്. അവിടെയാണ് ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുമ്പോഴാണ് നമ്മുടെ മേൽ സാക്ഷ്യം കിട്ടുന്നത്. വിശ്വാസത്താൽ അവൻ നീതീകരിക്കപ്പെട്ടു. നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ പറഞ്ഞ അർത്ഥം ഓർമ്മയുണ്ടല്ലോ. ദർ ഇസ് നത്തിങ് ഇൻ ബിറ്റ്വീൻ യു ആൻഡ് ഗാഡ്. അതാണ് നീതീകരണം എന്ന് പറയുന്നത്. നമുക്കും ദൈവത്തിനും മധ്യത്തിൽ ഒന്നുമില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് ഒരു പ്രവേശനം ലഭിക്കുകയാണ്, ആക്സസ് ലഭിക്കുകയാണ്. ഹാബേലിനോട് പറഞ്ഞു, ബിക്കോസ് ഐ ഹാവ് പുട്ട് എ സീൽ അപ്പോൺ യു, എനി ടൈം യു ക്യാൻ കം ടു മീ. നിന്റെ മേൽ ഞാൻ സീൽ പതിപ്പിച്ചിട്ടുള്ളത് കൊണ്ട്, നീ എൻ്റെ ഉടമസ്ഥനായതുകൊണ്ട് നിനക്ക് എൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാം. ദർ ഇസ് നത്തിങ് ഇൻ ബിറ്റ്വീൻ യു ആൻഡ് മീ. എനിക്കും നിനക്ക് മധ്യത്തിൽ യാതൊന്നുമില്ല. യു ആർ റൈച്ചസ്. ആരുടെ റൈച്ചസ്നെസ് ആണ്? ദൈവത്തിൻ്റെ റൈച്ചസ്നെസ് അവൻ്റെ മേൽ ചാപ്പയടിച്ചു, മുദ്ര കുത്തി. നീതിമാനെന്ന് അവൻ്റെ വഴിപാടിന്, നോക്കുക അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്, അവൻ്റെ വഴിപാടിന്. ഇപ്പോൾ വ്യക്തി മാത്രമല്ല, വഴിപാടും പ്രധാനമാവുകയാണ്. വ്യക്തി നന്നായില്ലെങ്കിൽ വഴിപാടിന് പ്രയോജനമില്ല. യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. വ്യക്തിയിലാണ് ആദ്യ പ്രസാദമെങ്കിലും രണ്ടാമത് അതിലും പ്രസാദിക്കുകയാണ്. യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലും. നോക്ക്, ഇവിടെ വഴിപാടിന് അവൻ എന്ത് ചെയ്യുകയാണ്? സാക്ഷ്യം. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈവൻ നൗ, കാര്യം അദൃശ്യ ലോകത്തിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞു. ഈവൻ നൗ ഹി ലിവ്സ് വിത്ത് ഗാഡ്. അവൻ കർത്താവിനോടുകൂടെ ജീവിക്കുകയാണ്, ദൈവത്തോടുകൂടെ ജീവിക്കുകയാണ്. കാര്യം ദൈവം എൻ്റെ സ്വന്തമെന്ന് മുദ്ര കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന് ദൈവത്തെ ഇട്ടേച്ച് പോകേണ്ട കാര്യമില്ല. ഈവൻ ഇഫ് യു ഡൈ, മരിച്ചാലും ഇട്ടേച്ച് പോകേണ്ട കാര്യമില്ല, കൊല്ലപ്പെട്ടാലും ഇട്ടേച്ച് പോകേണ്ട കാര്യമില്ല. ഞാൻ എബ്രായ ലേഖനം 12-ാം അധ്യായം വെച്ച് ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, ക്രിസ്തീയ ജീവിതം ഓട്ടവും പോരാട്ടവും എന്നുള്ള ഒരു പേരിൽ. അതിനകത്ത് ഞാൻ ഈ വ്യക്തികളുടെ ലൈഫ് നമ്മുടെ ജീവിതത്തെ എങ്ങനെ എൻകറേജ് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് അവരുടെ ലൈഫിൽ അവരെടുത്ത തീരുമാനങ്ങൾ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ്. രണ്ടിടത്തും പറയുന്നത് ചരിത്രം എന്നാണെങ്കിലും എന്താണ് പേഴ്സ്പെക്റ്റീവിലാണ്, അല്ലെങ്കിൽ രണ്ട് വശമാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവൻ മരിച്ച ശേഷവും എന്തു ചെയ്യുന്നു? അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? അവൻ ദൈവത്തിൻ്റെ സ്വത്തായതുകൊണ്ട് ഇപ്പോഴും അവൻ
ഇപ്പോഴും അവൻ ദൈവത്തിൻ്റെ സ്വത്ത് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അടുത്തതായിട്ട് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ ഹാബേലിൻ്റെ പ്രത്യേകത എന്താണ്? അദൃശ്യ ലോകത്തിലേക്ക് കടന്ന് അവൻ്റെ സ്വത്വത്തെ, അവനെ തന്നെ അവൻ ദൈവത്തിന് യാഗമർപ്പിച്ചു, ജീവാർപ്പണം നടത്തി. ആ യാഗാർപ്പണമാണ്. അത് നടന്നത് എവിടെയാണ്? ദൃശ്യലോകത്തിലല്ല, അദൃശ്യ ലോകത്തിൽ, വിശ്വാസത്തിൻ്റെ ലോകത്തിൽ. അവൻ പുറമെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കുന്നുണ്ട്. പക്ഷേ ആട്ടിൻകുട്ടിയെ യാഗമർപ്പിച്ചത് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ ദൃശ്യലോകത്തിലാണെങ്കിൽ അതിനും അപ്പുറത്ത് അദൃശ്യ ലോകത്തിൽ അവൻ അവനെ തന്നെയാണ് യാഗമർപ്പിച്ചത്. ഇവിടെ ഇനി കാണുന്നത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. നമ്മൾ ജനസിസ് ചാപ്റ്റർ 5 വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് അവൻ ഹി വാസ് വാക്കിംഗ് വിത്ത് ഗാഡ്. ഈനോക്ക് വാക്ക്ഡ് വിത്ത് ഗാഡ്. ദൈവത്തോട് കൂടെ അവൻ നടന്നു. വിശ്വാസത്താൽ അവൻ ദൈവത്തോടുകൂടെ നടന്നു. ബൈ ഫെയ്ത്ത് അവൻ, ഇവിടെ 11:5 എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. God took him and he was not. അവൻ ഇല്ലാതെയായി. അവൻ കാണാതായെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കറക്റ്റ്, അവൻ ഇല്ലാതെയായി. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തോടുകൂടെ നടക്കുക എന്ന് പറയുന്നത് അദൃശ്യ ലോകത്തിലേ നടക്കത്തുള്ളൂ. ഓൺലി ഇഫ് യു എൻറ്റർ ഇൻ ടു an unseen വേൾഡ്, എന്നാലേ നമുക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഇവനും ദൈവവും കൂടെ നടക്കുന്നത് ഒരു പക്ഷേ ബാക്കിയുള്ളവർ കണ്ടു കാണത്തില്ല. അവനെ അവർ കണ്ടു കാണും, ബാക്കിയുള്ളവർ കണ്ടു കാണും. പക്ഷേ ദൈവത്തെ എന്ത് ചെയ്തിട്ടില്ല? ഹാനോക്കും ദൈവം കൂടെ കൈ കോർത്ത് പിടിച്ച് നടക്കുന്നത് ഒരു പക്ഷേ അവൻ്റെ ഭാര്യ പോലും കണ്ടു കാണത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഹാപ്പൻ ഇൻ ദി അൺസീൻ വേൾഡ്. വിശ്വാസത്താലാണ് അവൻ നടക്കുന്നത്. വിശ്വാസത്താൽ മാത്രമേ ദൈവത്തോട് കൂടെ നമുക്ക് നടക്കാൻ പറ്റൂ. കാര്യം അതെന്താണ്? അതൊരു അദൃശ്യ ലോകത്തിലെ ഒരു പ്രവൃത്തിയാണ്. അത് ദൈവം ഇറങ്ങി വന്നോ എന്ന് ചോദിച്ചാൽ ഇറങ്ങി വന്നു. ഐ ബിലീവ് ഇറ്റ്. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നോ? വന്നു. ദൈവം അവൻ്റെ കൈ പിടിച്ചു. അത് അവൻ അനുഭവിച്ചു. അതെല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷേ ദൈവവും ഹാനോക്കും കൂടെ നടക്കുന്നത് ആര് മാത്രമേ കണ്ടിട്ടുള്ളൂ? ദൈവവും ഹാനോക്കും കൂടെ നടക്കുന്ന ആര് മാത്രമേ കണ്ടിട്ടുള്ളൂ? ഹാനോക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് ആത്മീയതയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളത് എല്ലാവരും കണ്ടു. പക്ഷേ അവൻ ദൈവത്തോടു കൂടെ നടക്കുന്നത് ആരേ കണ്ടുള്ളൂ? അവൻ മാത്രമേ കണ്ടുള്ളൂ. ഇത് നമ്മുടെ കാലഘട്ടത്തിലും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഹാനോക്കിന് വേണ്ടിയുള്ള ഒരു സംഭവ ചരിത്രമൊന്നും അല്ല. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നെങ്കിൽ നമ്മളും നടക്കണം. നമ്മളും നടക്കാൻ വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഹാനോക്ക് വേറെ ഒരു സ്പെഷ്യൽ ബ്രീഡിൽപ്പെട്ട ആയിരുന്നതുകൊണ്ട് എനിക്ക് പണ്ട് അങ്ങനെയായിരുന്നു ചിന്ത. പണ്ട് ഞാൻ ചിന്തിച്ചെന്നറിയാമോ? ഞാൻ എന്നെ ഹാനോക്ക് ദൈവത്തിനോട് നടന്നു, ഞാൻ എന്നെ ഹാനോക്കാന്നു. എനിക്ക് ഏലിയാവ് ഭയങ്കര ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഭയങ്കര ഒരു ലെജൻഡാണ്. ഈ ഏലിയാവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ എൻ്റെ കുളിര് കോരുക എന്ന് നമ്മൾ പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ എന്തൊരു ബോൾഡായിട്ടുള്ള മനുഷ്യൻ. ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് ചാടി കയറി ചെന്നിട്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ നാളുകളിൽ മഞ്ഞും മഴയും പെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു രാജാവിനെതിരായിട്ടൊരു സന്ദേശമൊക്കെ പറഞ്ഞിട്ട് ഒരു മയവുമില്ലാതെ ഇറങ്ങിപ്പോരുന്ന ഏലിയാവിനെയൊക്കെ ഞാനിങ്ങനെ ആദരവോടെ നോക്കി നിന്നിട്ടുണ്ട്. അന്നേരമൊക്കെ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, അതിപ്പം ഞാൻ എന്നെ ഏലിയാവാണ്. ഏലിയാവ്, സാജു. നമ്മൾ വെറുതെ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇതേപോലെ തന്നെ കർമ്മേലിൻ്റെ കൊടുമുടിയിൽ പ്രാർത്ഥിച്ച് അഗ്നി ഇറക്കി ഏലിയാവിനെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ വിരുണ്ട് നിന്നിട്ടുണ്ട്. പിന്നെ അപ്പോഴും നമ്മുടെ മനസ്സിൽ പറയുന്നതെന്നറിയാമോ? ഞാൻ എന്നെ ഏലിയാവാണ്. ഏലിയാവ്, സാജു. അഗ്നിമയ രഥങ്ങളിൽ എടുക്കപ്പെട്ടവനായ ഏലിയാവിൻ്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കുളിര് പോരുകയാണ്. എൻ്റെ ദൈവമേ, പിന്നെ നമ്മളെന്തിനാ ഇതൊക്കെ ആഗ്രഹിക്കുന്നത്? നമ്മളെന്നാ ഏലിയാവാണ്. അങ്ങനെ ഏലിയാവ് ഒരു വലിയ ആളാണെന്നും സാജു ഒന്നും അല്ലെന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുകയാണ് ഏലിയാവ് നമ്മോട് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നെന്ന്. അപ്പോഴാണ് നമ്മളുടെ ആകെപ്പാടെ വെട്ടിലായത്. അപ്പോൾ ഏലിയാവ് നമ്മളോട് സമസ്വഭാവമുള്ള മനുഷ്യനാണെങ്കിൽ ഏലിയാവ് ജീവിച്ചതുപോലുള്ള ജീവിതം നമ്മളും ജീവിച്ചാലേ പറ്റുള്ളൂ. ഏലിയാവ് ഒരു സ്പെഷ്യൽ ബ്രീഡിൽപ്പെട്ട ആളായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ഒരാശ്വസിക്കായിരുന്നു. അത് ഏലിയാവ്. നമ്മളാരാ? നമ്മളെല്ലാം പറയുന്ന കാര്യം ഇതാ. നമ്മളെന്നെ ഇയ്യോബാന്നോ, നമ്മളെന്നെ പൗലോസാന്നോ, നമ്മളെന്നാ ഹാനോക്കാന്നോ. ഹാനോക്കിന് അങ്ങനെ നടക്കാറുണ്ട്. എനിക്ക് ഭാര്യയും മക്കളൊക്കെ ഇല്ലേ എന്ന് നമ്മൾ പറയും. പിന്നെ നോക്കിയപ്പോഴാ അത് പറയാൻ പറ്റത്തില്ല. കാര്യം ഹാനോക്കിനും എന്തൊക്കെ ഉണ്ടായിരുന്നു, ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ പറയാമായിരുന്നു കുടുംബം ഉള്ളത് കൊണ്ടെന്ന് പറയാമായിരുന്നു. അതും പറ്റിയല്ല. നമ്മളെ വെട്ടിലാക്കുന്നതാണ് ദൈവവചനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ നമ്മളെ സമ്മതിക്കാത്ത രീതിയിൽ നമ്മളെ ഒരു പൂട്ടിക്കെട്ടുന്ന ഒരു വചനമാണിത് ശരിക്കും. അപ്പോൾ ഹാനോക്ക് വിശ്വാസത്താൽ ദൈവത്തോടു കൂടെ നടന്നു. അതൊരു അദൃശ്യ ലോകത്തിലെ പ്രവൃത്തിയാണ്. ഇന്നും ദൈവത്തോടു കൂടെ നമ്മൾ നടക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ നടന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം
എന്താണെന്ന് അറിയാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിലേ നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദമുള്ള പ്രവൃത്തി എന്താണെന്ന് അറിയാൻ പറ്റൂ. എന്നാലേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റൂ. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എനിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കണം. പക്ഷേ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണെന്ന് ഞാൻ അറിയണം. അത് ചെയ്യാനുള്ള ശക്തി എനിക്ക് വേണം. അതിന് ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടന്നേലേ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മുട്ടിമുട്ടി നടക്കുന്നതാണ് വിശ്വാസം. യു നീഡ് ടു വാക്ക് വിത്ത് ഗാഡ്. അവനെ മുട്ടിമുട്ടി നടക്കുന്നത്, ദൈവത്തോട് കൂടെ നടക്കുന്നത്, അതാണ് ഫെയ്ത്ത്. ഇതേ അർത്ഥത്തിലാണ് പുതിയ നിയമത്തിൽ ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇതെവിടെ നടക്കുന്ന കാര്യമാണ്? യേശു എന്നിൽ ജീവിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണോ? എൻ്റെ ചോദ്യം. ഈസ് ഇറ്റ് എ റിയാലിറ്റി? നിങ്ങൾ പറ, യേശു എന്നിൽ ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണോ? ആണല്ലോ, ആന്നു. പക്ഷേ യേശു എന്നിൽ ജീവിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എൻ്റെ ശരീരത്തിൽ യേശു ജീവിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇനി ശരീരത്തിൽ ജീവിക്കുന്നത് എന്ന് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും അതുപോലെ പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് വേഴ്സ്. അവിടെ ചാപ്റ്റർ 2 വേഴ്സ് 20 നമ്മളവിടെ വായിക്കുന്ന ഭാഗം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അതായത് ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അത് തന്നെ ഒരു അദൃശ്യ യാഥാർത്ഥ്യമാണ്. കാര്യം, ഞാൻ ഒരിക്കലും കാൽവറി ക്രൂശിൽ കയറിയിട്ടില്ല. ഈ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? പോൾ കർത്താവിനോടുകൂടെ പോൾ യേശുവിനെ കണ്ടതായിട്ട് പോലും തെളിവില്ല. പിന്നെ എങ്ങനെയാണ് പോൾ പറയുന്നത് ഞാൻ കർത്താവിനോടുകൂടെ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നത്? അതാണ് അദൃശ്യ യാഥാർത്ഥ്യം. യു സി, വേദപുസ്തകത്തിൻ്റെ തത്വം അതാണ്. പൗലോസ് ശരിക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആ ജൂയിഷ് ചിന്ത ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. കാര്യം പൗലോസ് പറയാണ്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ ഒരു മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് എല്ലാവരും പാപികളായെന്ന്. ഏദൻ തോട്ടത്തിൽ ആദാം പാപം ചെയ്തതുകൊണ്ട് എല്ലാവരും പാപികളായെന്നാണ് പോൾ പറയുന്നത്. പ്രത്യക്ഷത്തിൽ നമ്മൾ ചോദിക്കാം, ഞാൻ പാപം ചെയ്തില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് പാപിയാകുന്നത്? പോൾ പറയാ, നീ പാപം ചെയ്തില്ലെങ്കിലും നീ പാപിയാ. കാര്യം, ആദാം പാപം ചെയ്തപ്പോൾ നീയും പാപം ചെയ്തു. ആദാം പഴം പറിച്ചു നിന്നപ്പോൾ നീയും പഴം പറിച്ചു നിന്നു. ഞാൻ ഒരിക്കലും ഏദൻ തോട്ടം കണ്ടിട്ടില്ല, എനിക്ക് എവിടെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇഫ് യു ആർ ബോൺ ഓഫ് ആഡം, നീ അന്ന് ആദാമിൽ ഉണ്ടായിരുന്നു. മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യത്തിനെ പുകഴ്ത്തി പറയുന്നതായ സമയത്ത് അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ വലുതാണ് മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യമെന്ന് പറയുമ്പോൾ എബ്രായ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. അന്ന് അബ്രഹാം മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു. അപ്പോൾ ആരാണ് വലിയ ആള്? ലേവിയുടെ പിതാവ്, യാക്കോബിൻ്റെ പിതാവ്, ഇസഹാക്കിൻ്റെ പിതാവാണ് ആര്? അബ്രഹാം. ആ അബ്രഹാം മൽക്കിസദേക്കിന് എന്ത് ചെയ്തു? ദശാംശം കൊടുത്തു. അപ്പോൾ അബ്രഹാമിനേക്കാൾ വലിയവനാണ് ആര്? മൽക്കിസദേക്ക്. അങ്ങനെയെങ്കിൽ ലേവ്യ പൗരോഹിത്യത്തിന് അപ്പുറത്താണ് മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം. അതുകൊണ്ട് യേശുവിൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യമല്ല. കാരണം യേശു ജനിച്ചത് എന്താണ്? ലേവ്യ ഗോത്രത്തിൽ പോലുമല്ല, യഹൂദ ഗോത്രത്തിലാണ്. അതുകൊണ്ട് യേശു പുരോഹിതനല്ല എന്ന് പറയുന്ന ജനങ്ങളോട് പറയാണ്, യേശുവിൻ്റെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യമല്ല, യേശുവിൻ്റെ പൗരോഹിത്യം മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ളതാണ്. ഇതാണ് അവിടുത്തെ തിയോളജി. അപ്പോൾ മൽക്കിസദേക്ക് എന്തുകൊണ്ടാണ് വലിയ ആളാകുന്നത്? ചെറിയവനാണ് വലിയവന് ദശാംശം കൊടുക്കുന്നത്. അബ്രഹാം ആർക്ക് ദശാംശം കൊടുത്തു? മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു. അപ്പോൾ ലേവി അവൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. ലേവി ജനിച്ചിട്ടില്ല. ആ സമയത്ത് യാക്കോബ് പോലും ജനിച്ചിട്ടില്ല. പക്ഷേ അബ്രഹാമിൽ ആരുണ്ടായിരുന്നു? ലേവി ഉണ്ടായിരുന്നു. അപ്പോൾ ലേവിയെ അബ്രഹാമിനോട്, അല്ലെങ്കിൽ അബ്രഹാമിൽ ജീവിക്കുന്ന ലേവിയെയാണ് എബ്രായ ലേഖനകാരൻ പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ ആദാമിൽ നിന്ന് ജനിച്ച എല്ലാവരും ആദാമിൽ ഉണ്ടായിരുന്നെന്ന് ആദാം പഴം പറിച്ചു നിന്നപ്പോൾ. യു അണ്ടർസ്റ്റാൻഡ്? ഇതാണ് അദൃശ്യ ലോകത്തിലെ യാഥാർത്ഥ്യം. ദൃശ്യ ലോകത്തിൽ ഞാൻ ഏദൻ തോട്ടം കണ്ടിട്ടില്ല. പക്ഷേ അദൃശ്യ ലോകത്തിൽ ആദാം പഴം പറിച്ചു നിന്നപ്പോൾ നമ്മളെല്ലാവരും വലിയൊരു എന്താണ്, ബില്യൺസ് ഓഫ് പീപ്പിൾ അവിടെ ഉണ്ടായിരുന്നെന്നാണ് പൗലോസ് പറയുന്നത്.